വെൽക്കം ടു ബയോക്ലാസ്. പ്ലസ് ടു സുവോളജിയിലെ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അവസാന ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന്റെ മുന്നേയുള്ള 2 ഭാഗങ്ങൾ കാണാത്തവർക്കായി ആ വീഡിയോസിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് യൂകാരിയോട്ടിക് ട്രാൻസ്ക്രിപ്ഷനും പ്രോകാരിയോട്ടിക് ട്രാൻസ്ക്രിപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാറുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിന്റെ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, no processing required for mRNA. In the case of prokaryotic transcription, no processing required for mRNA. But in the case of eukaryotic transcription, hnRNA undergo processing to become mRNA. അടുത്ത പോയിന്റ് എഴുതേണ്ടത് a single DNA dependent RNA polymerase is involved in synthesizing all types of RNA. But in the case of eukaryotic transcription, at least 3 types of RNA polymerases are involved. അപ്പോൾ ഈ പോയിന്റ്സ് ആണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് 3 ടൈപ്പ് RNA പോളിമറേസസ് ഏതൊക്കെയാണെന്നും അതിന്റെ ഫങ്ഷൻസും ചോദിക്കാറുണ്ട്. അപ്പോൾ 3 ടൈപ്പ് RNA പോളിമറേസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് RNA polymerase 1. Then RNA polymerase 2 and RNA polymerase 3. ആദ്യം പറയുന്നത് RNA polymerase 1ന്റെ ഫങ്ഷൻ ആണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് rRNA. rRNA ഫോർമേഷന് സഹായിക്കുന്നു. Then RNA polymerase 2ന്റെ ഫങ്ഷൻ നോക്കാം. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് hnRNA. Then RNA polymerase 3യുടെ ഫങ്ഷൻ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് tRNA and snRNA. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഓർത്ത് വയ്ക്കുക. The next is different types of RNA. First one is mRNA, then rRNA and tRNA. ഈ 3 ടൈപ്പ് RNA പഠിച്ചു വയ്ക്കുക. First one is mRNA or messenger RNA. ഇതിന്റെ ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. It provides template for translation. Then next is rRNA or ribosomal RNA. Structural and catalytical role during translation. Then last one is tRNA or transfer RNA. It carries specific amino acids for protein synthesis and reads the genetic code. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം tRNAയുടെ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചോദിക്കാറുണ്ട്. tRNAയുടെ സ്ട്രക്ചർ പ്രൈമറി സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവേർട്ടഡ് എൽ ഷേപ്പ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ തന്നെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ദെൻ അതിന്റെ സെക്കൻഡറി സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോവർ ലീഫ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. അപ്പോൾ tRNAയുടെ ക്ലോവർ ലീഫ് മോഡൽ അല്ലെങ്കിൽ സെക്കൻഡറി സ്ട്രക്ചർ ഒന്ന് പഠിച്ചു വെക്കുക. അതിന്റെ ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ ഡയഗ്രാം ഉണ്ട്. ആ ഡയഗ്രാം ഒന്ന് പഠിക്കുക. അത് ലാബിൽ ചെയ്യാൻ എക്സാമിന് ചോദിക്കാറുണ്ട്. ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഈസ് ജനറ്റിക് കോഡ്. ജനറ്റിക് കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പോൾ എന്താണ് ജനറ്റിക് കോഡ് എന്ന് നോക്കാം. Nucleotide sequence in mRNA that specifies the amino acid sequence of protein. ഒരിക്കൽ കൂടി പറയാം. ജനറ്റിക് കോഡ് എന്ന് പറഞ്ഞാൽ they are the nucleotide sequence in mRNA that specifies the amino acid sequences of protein. അപ്പോൾ ഈ ഒരു ജനറ്റിക് കോഡുമായി ബന്ധപ്പെട്ട് കുറച്ച് സയന്റിസ്റ്റിന്റെ പേര് പഠിച്ചു വെക്കണം. അതായത് ഈ ഒരു ഭാഗത്ത് ജനറ്റിക് കോഡുമായി ബന്ധപ്പെട്ട് കുറച്ച് സയന്റിസ്റ്റും അവരുടെ കുറച്ച് കോൺട്രിബ്യൂഷൻസും ഇവിടെ പഠിക്കാനുണ്ട്. ആ കാര്യങ്ങൾ കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഫസ്റ്റ് സയന്റിസ്റ്റ് ജോർജ് ഗാമോ. ജോർജ് ഗാമോ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. ഫോർ കോഡിംഗ് 20 amino acids, the code should be made up of 3 nucleotides. അതായത് 20 amino acidsനെ കോഡ് ചെയ്യുന്നത് 3 nucleotides ആണെന്ന് ഇദ്ദേഹം പറഞ്ഞു. Then ഹർഗോബിൻ ഖൊറാനോ developed the chemical method in synthesizing RNA molecules. Then Marshall Nirenberg developed cell-free system for protein synthesis. അടുത്ത സയന്റിസ്റ്റ് സെവിറോ ഒക്കാവോ. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. പോളിന്യൂക്ലിയോടൈഡ് phosphorylase is used to polymerize RNA with defined sequences in a template independent manner. Then അടുത്ത സയന്റിസ്റ്റ് ഫ്രെഡറിക് സാങ്ങർ. ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ he developed method for determination of amino acid sequences in proteins. അടുത്ത
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ജനറ്റിക് കോഡ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ജനറ്റിക് കോഡ്. അപ്പോൾ അതിൽ എഴുതേണ്ട പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ട്രിപ്ലെറ്റ് കോഡ്. ട്രിപ്ലെറ്റ് കോഡ് എന്നാൽ എന്താണെന്ന് നോക്കാം. കോഡോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് 3 ന്യൂക്ലിയോടൈഡ്സ് ആൻഡ് ഇറ്റ്സ് കോഡ്സ് ഫോർ സ്പെസിഫിക് അമിനോ ആസിഡ്സ്. 61 കോഡോൺസ് കോഡ് ഫോർ അമിനോ ആസിഡ്സ്. ശരിക്കും കോഡോൺസ് എന്ന് പറയുന്നത് 64 കോഡോൺസ് ഉണ്ട്, പക്ഷേ 61 കോഡോൺസ് മാത്രമാണ് അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നത്. ബാക്കിയുള്ള 3 കോഡോൺസും അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നില്ല. ദെൻ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇനീഷ്യേറ്റർ കോഡോൺ അല്ലെങ്കിൽ സ്റ്റാർട്ട് കോഡോൺ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ 3 സ്റ്റോപ്പ് കോഡോൺസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ഒരിക്കൽ കൂടി പറയാം, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇനീഷ്യേറ്റർ കോഡോൺ ഓർ സ്റ്റാർട്ട് കോഡോൺസ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റോപ്പ് കോഡോൺസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ AUG ആണ് ഇനീഷ്യേറ്റർ കോഡോൺ ഓർ സ്റ്റാർട്ട് കോഡോൺ. ദെൻ സ്റ്റോപ്പ് കോഡോൺസ് 3 ഉണ്ട്. അതായത് ഈ 3 സ്റ്റോപ്പ് കോഡോൺസും അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഈ 3 കോഡോൺസും അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യുന്നില്ല. ഏതൊക്കെയാണെന്ന് നോക്കാം. UAA, UAG, UGA. ഇത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാർട്ട് കോഡോൺസും സ്റ്റോപ്പ് കോഡോൺസും. സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ജനറ്റിക് കോഡിന്റെ ഏറ്റവും ആദ്യത്തെ പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ട്രിപ്ലെറ്റ് കോഡ് എന്താണെന്ന്. അവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. സ്റ്റാർട്ട് കോഡോണും സ്റ്റോപ്പ് കോഡോണും. സ്റ്റാർട്ട് കോഡോൺ ആൻഡ് സ്റ്റോപ്പ് കോഡോൺ അത് ഏതൊക്കെയാണെന്നും കൂടി പഠിച്ചു വെക്കുക. ദെൻ സെക്കൻഡ് പോയിന്റ് ഈസ് ഇറ്റ് ഈസ് യൂണിവേഴ്സൽ. ജനറ്റിക് കോഡ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആണ്. ജനറ്റിക് കോഡ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആണ്. ഇത് അർത്ഥമാക്കുന്നത് എല്ലാ ഓർഗാനിസത്തിലും ജനറ്റിക് കോഡ് സെയിം ആണ്. വളരെ ചെറിയ എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. ദെൻ ഇറ്റ് ഈസ് കോമ-ലെസ്. അതായത് നമ്മൾ ആ ജനറ്റിക് കോഡ് എഴുതുന്ന സമയത്ത് AUG അല്ലെങ്കിൽ UGA എന്നൊക്കെ എഴുതുന്ന സമയത്ത് അതിന്റെ ഇടയിൽ കോമ യൂസ് ചെയ്യാറില്ല. ദെൻ ഡീജനറസി, അടുത്ത സാലിയൻ ഫീച്ചർ ആണ് ഡീജനറസി. ഡീജനറസി എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിക്കാറുണ്ട്. അതായത് ജനറ്റിക് കോഡിന്റെ സാലിയൻ ഫീച്ചർ ആയിട്ടുള്ള ഡീജനറസി എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. സിംഗിൾ അമിനോ ആസിഡ് ഈസ് റെപ്രസെന്റഡ് ബൈ മെനി കോഡോൺസ്. ഈ ഒരു പോയിന്റ് ഓർത്തു വയ്ക്കാം. ദെൻ ലാസ്റ്റ് സാലിയൻ ഫീച്ചർ ഈസ് അൺആംബിഗ്യുവസ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ജനറ്റിക് കോഡ് എന്ന് പറയുന്നത് അൺആംബിഗ്യുവസ് ആണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അങ്ങനെ പറയാനുള്ള റീസൺ ചോദിക്കാറുണ്ട്. അൺആംബിഗ്യുവസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറ്റിക് കോഡ് ഈസ് സ്പെസിഫിക് എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും പോയിന്റ്സ് ആണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സാലിയൻ ഫീച്ചർ ഓഫ് ജനറ്റിക് കോഡ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതേണ്ടത്. ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഈസ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ഓർ RNA-യിൽ നിന്നും പ്രോട്ടീൻസ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ട്രാൻസ്ലേഷൻ എവിടെയാണ് നടക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. റൈബോസോംസിലാണ് ട്രാൻസ്ലേഷൻ നടക്കുന്നത്. അപ്പോൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ചാർജിങ് ഓഫ് tRNA, ദെൻ ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ. ഈ സ്റ്റെപ്സ് ഒന്ന് ഓർത്ത് വെക്കുക. 4 ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ആണ് ട്രാൻസ്ലേഷൻ ഉള്ളത്. ചാർജിങ് ഓഫ് tRNA, ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ. ഇത്രയും സ്റ്റെപ്സ് ഒന്ന് ഓർത്ത് വെക്കുക. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അമിനോ അസൈലേഷൻ ഓർ ചാർജിങ് ഓഫ് tRNA. അമിനോ അസൈലേഷൻ ഓർ ചാർജിങ് ഓഫ് tRNA എന്താണെന്ന് നോക്കാം. Amino acids are attached on amino acid acceptor end of tRNA in the presence of ATP. അതായത് ATPയുടെ പ്രസൻസിൽ അമിനോ ആസിഡ്സ് അമിനോ ആസിഡ് ആക്സെപ്റ്റർ എൻഡ്, അതായത് tRNAയുടെ അമിനോ ആസിഡ് ആക്സെപ്റ്റർ എൻഡിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നതിനെയാണ് അമിനോ അസൈലേഷൻ ഓർ ചാർജിങ് ഓഫ് tRNA എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം. അമിനോ അസൈലേഷൻ അല്ലെങ്കിൽ ചാർജിങ് ഓഫ് tRNA എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ്സ് tRNAയുടെ അമിനോ ആസിഡ് ആക്സെപ്റ്റർ എൻഡിൽ ATPയുടെ പ്രസൻസിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അമിനോ അസൈലേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഈസ് UTRs. ഇതിന്റെ എക്സ്പാൻഷൻ ചോദിക്കാറുണ്ട്. UTRs എന്ന് പറഞ്ഞാൽ
അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ് എന്നാണ്. അതായത് ട്രാൻസ്ലേഷൻ നടക്കാത്ത റീജിയൻസ് ആണ്. അത് എവിടെയാണ് ഈ ഒരു റീജിയൻ കാണുന്നതെന്ന് നോക്കാം. സീക്വൻസസ് ഓഫ് mRNA which are present before start codon and after the stop codon. അപ്പോൾ ഈ പോയിന്റ്സ് ഓർത്ത് വെക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ട്രാൻസ്ലേഷൻ ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ട്രാൻസ്ലേഷന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് പറഞ്ഞു. ട്രാൻസ്ലേഷൻ കാണിക്കുന്ന ഒരു ഡയഗ്രാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് ഒന്ന് പഠിച്ചു വെക്കുക, ലാബിൽ ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. ദെൻ നെക്സ്റ്റ് ഇസ് ഓപ്പറോൺ. ഓപ്പറോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ ഗ്രൂപ്പ് ഓഫ് ജീൻസ് that control a particular function. Next is lac operon. Lac operon important ആണ്, പഠിച്ചു വെക്കുക. They are group of genes which control the breakdown of lactose into glucose and galactose. അതായത് lac operon എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ജീൻസ് ആണ്. ഇവ ലാക്ടോസിന്റെ ബ്രേക്ക് ഡൗൺ കൺട്രോൾ ചെയ്യുന്നു. ലാക്ടോസ് ബ്രേക്ക് ചെയ്തിട്ട് ഗാലക്ടോസും ഗ്ലൂക്കോസും ഫോം ചെയ്യുന്നുണ്ട്. ഇത് കൺട്രോൾ ചെയ്യുന്ന ജീൻസ് ആണ് ലാക് ഓപ്പറോൺ എന്ന് പറഞ്ഞത്. അപ്പോൾ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ഈസ് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ. റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ പ്രൊകാരിയോട്സിലെയും യൂകാരിയോട്സിലെയും നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യം പറയുന്നത് പ്രോകാരിയോട്സ് അല്ലെങ്കിൽ ഈ കോളയുടെ കേസിൽ എങ്ങനെയാണ് ജീൻ എക്സ്പ്രഷൻ. ഈ ഒരു ഈ കോള അല്ലെങ്കിൽ നമ്മുടെ പ്രൊകാരിയോട്ടിക് ജീൻ എക്സ്പ്രഷൻ എലൂസിഡേറ്റ് ചെയ്ത സയന്റിസ്റ്റ് ആയിരിക്കാൻ ചോദിക്കാറുണ്ട്. ഫ്രാങ്കോയിസ് ജേക്കബ് ആൻഡ് ജാക്കോ മൊണാർഡ്. അപ്പോൾ ഈ ഒരു 2 സയന്റിസ്റ്റിന്റെ പേരും ഒന്ന് ഓർത്ത് വയ്ക്കുക. ഫ്രാങ്കോയിസ് ജേക്കബ് ആൻഡ് ജാക്കോ മൊണാർഡ്. ദെൻ നെക്സ്റ്റ് ഇസ് റീജിയൻസ് ഓഫ് ലാക് ഓപ്പറോൺ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റീജിയൻസ് ഓഫ് ലാക് ഓപ്പറോൺ, അതായത് ലാക് ഓപ്പറോണിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. 5 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമുക്ക് ലാക് ഓപ്പറോണിന് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് സ്ട്രക്ചറൽ ജീൻസ്. സ്ട്രക്ചറൽ ജീൻസ് എന്ന് പറഞ്ഞാൽ 3 സ്ട്രക്ചറൽ ജീൻസ് ആണ് ലാക് ഓപ്പറോണിൽ ഉള്ളത്. അപ്പോ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് Z ജീൻ, ദെൻ Y ജീൻ ആൻഡ് A ജീൻ. ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ലാക് ഓപ്പറോണിൽ കാണുന്ന 3 സ്ട്രക്ചറൽ ജീൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. Z ജീൻ, Y ജീൻ, A ജീൻ. അപ്പോ Z ജീൻ it code for beta galactosidase. Then Y gene code for permeases and A gene code for transacetylase. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതണം. ലാക് ഓപ്പറോണിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീജിയൻസ് ആണ് നമ്മൾ പറയുന്നത്. അതിലെ ഫസ്റ്റ് റീജിയൻ ഈസ് സ്ട്രക്ചറൽ ജീൻസ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ അടുത്ത ഭാഗം പ്രൊമോട്ടർ ജീൻ. പി എന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സൈറ്റ് ഓഫ് അറ്റാച്ച്മെന്റ് ഓഫ് RNA പോളിമറേസ് വന്ന് അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണ് ഈ ഒരു പ്രൊമോട്ടർ ജീൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഓപ്പറേറ്റർ ജീൻ. ഇതിനെ നമ്മൾ O എന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. DNA segment which controls the structural gene when the repressor binds. ഇനി ഇത് എവിടെ കാണുന്നതെന്ന് നോക്കാം. ഇറ്റ് ലൈസ് ഇൻ ബിറ്റ്വീൻ പ്രൊമോട്ടർ ആൻഡ് ദി സ്ട്രക്ചറൽ ജീൻ. അതായത് പ്രൊമോട്ടർ ജീനിന്റെയും സ്ട്രക്ചറൽ ജീനിന്റെയും ഇടയിലായിട്ടാണ് ഈ ഒരു ഓപ്പറേറ്റർ ജീൻ കാണുന്നത്. Then the fourth one is a regulatory or inhibitory gene. It is represented by small I. It codes for repressor proteins. And the last one is inducer. ഇവിടെ ഇൻഡ്യൂസർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ലാക്ടോസ് ആണ്. ഇറ്റ് റെഗുലേറ്റ്സ് ദ സ്വിച്ചിങ് ഓൺ ആൻഡ് ഓഫ് ഓഫ് ദി ഓപ്പറോൺ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതേണ്ടത്. അപ്പോൾ ലാക്ടോസ് പ്രസന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻഡ്യൂസർ പ്രസന്റ് ആണെങ്കിൽ എങ്ങനെയാണ് ഈ കോളയിൽ നമ്മുടെ ജീൻ എക്സ്പ്രഷൻ നടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇതിന് 3 ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ആയിട്ടാണ് ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. I gene synthesize mRNA produce repressor protein, first step. Then second step, repressor binds to the operator region and block the RNA polymerase movement. Third step, it prevents the transcription of structural genes. അപ്പോൾ ഈ 3 സ്റ്റെപ്സും ആണ് ഇവിടെ ഓർത്ത് വെക്കേണ്ടത്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്രാം ഉണ്ട്. അതായത് നമ്മുടെ ലാക്ടോസ് അല്ലെങ്കിൽ ഇൻഡ്യൂസറിന്റെ ആബ്സെൻസിൽ എങ്ങനെയാണ് നമ്മുടെ ജീൻ എക്സ്പ്രഷൻസ് റെഗുലേറ്റ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ആ ഒരു ഡയഗ്രാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയഗ്രാം തന്നിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് സാധാരണ ചോദിക്കാറ്. ഡയഗ്രാം ലാബൽ ചെയ്യാനും ബാക്കി അതോടൊപ്പം തന്നെ
ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസും കൂടി ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. ലാക്ടോസ് അഥവാ ഇൻഡ്യൂസറിന്റെ പ്രസൻസിൽ എങ്ങനെയാണ് ജീൻ എക്സ്പ്രഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ്, ലാക്ടോസ് ബൈൻഡ്സ് ടു റെപ്രസർ മേക്കിംഗ് ഇറ്റ് ഇനാക്റ്റീവ്. സെക്കൻഡ് സ്റ്റെപ്പ്, repressor fails to binds to the operator region. Then RNA polymerase binds with the promoter gene and transcribe structural genes. ഇത്രയും സ്റ്റെപ്സ് നടന്നു കഴിയുമ്പോൾ നമ്മുടെ ലാക് ഓപ്പറോൺ സ്വിച്ച്ഡ് ഓൺ ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിക്കുന്ന ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് പഠിക്കുക. ആദ്യം പറഞ്ഞു, ഇത് രണ്ട് ഡയഗ്രംസും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ലാക്ടോസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലാക്ടോസ് ആബ്സെന്റ് ആണെങ്കിലും ഉള്ള കണ്ടീഷൻസ് കാണിക്കുന്ന ഡയഗ്രംസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആ ഡയഗ്രംസ് രണ്ടും പഠിക്കാം. നെക്സ്റ്റ് ഇസ് ജീൻ എക്സ്പ്രഷൻ ഇൻ യൂകാരിയോട്സ്. യൂകാരിയോട്സിൽ എങ്ങനെയാണ് റെഗുലേഷൻ, ജീൻ എക്സ്പ്രഷൻസിന്റെ റെഗുലേഷൻ എന്ന് നോക്കാം. ദ റെഗുലേഷൻ includes different levels. First one is transcriptional level, second one processing level, then transport of mRNA from nucleus to the cytoplasm and translational level. അപ്പോൾ ഈ 4 പോയിന്റ്സ് ഈ ഒരു ഭാഗത്ത് ഓർത്ത് വെക്കുക. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് ഹ്യൂമൻ ജീനോം പ്രൊജക്ട്. ഇത് കണ്ടക്ട് ചെയ്തത് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജി ആൻഡ് ദി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത്. ഇയർ 1990 to 2003. Then എന്താണ് ഹ്യൂമൻ ജീനോം പ്രൊജക്ട് എന്ന് നോക്കാം. ഐഡന്റിഫൈയിങ് ദ സീക്വൻസസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ആൻഡ് മാപ്പിംഗ് ഓഫ് ഓൾ ദ ജീൻസ് ഇൻ ദി ഹ്യൂമൻ ജീനോം. അപ്പോൾ ഈ പോയിന്റ്സ് ആണ് എന്താണ് ഹ്യൂമൻ ജീനോം പ്രൊജക്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതേണ്ടത്. ഒന്നും കൂടി പറയാം. ഹ്യൂമൻ ജീനോം പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡന്റിഫൈയിങ് ദ സീക്വൻസസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ആൻഡ് മാപ്പിംഗ് ഓഫ് ഓൾ ദ ജീൻസ് ഇൻ ഹ്യൂമൻ ജീനോം. ഗോൾസ് ഓഫ് ഹ്യൂമൻ ജീനോം പ്രൊജക്ട്. ഗോൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഐഡന്റിഫൈ ഓൾ ദി 20,000 to 25,000 ജീൻസ്. ദെൻ സെക്കൻഡ് പോയിന്റ്, ഡിറ്റർമൈൻ ദ സീക്വൻസസ് ഓഫ് 3 million base pairs that make up human DNA. Store this information in databases and improve tools for data analysis. Approaches of Human Genome Project. First one, express sequence tags or ESTs. ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പാൻഷൻ അത് ചോദിക്കാറുണ്ട്. Identifying all the genes expressed as RNA. Then next is sequence annotation. Sequence annotation എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീക്വൻസിങ് ദി ഹോൾ സെറ്റ് ഓഫ് ജീനോം, അതായത് കംപ്ലീറ്റ് സെറ്റ് ഓഫ് ജീനോമിനെ സീക്വൻസ് ചെയ്യാം. അടുത്തതായി ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഹ്യൂമൻ ജീനോം പ്രൊജക്ടിന്റെ പ്രൊസീജിയർ. ഓരോ സ്റ്റെപ്സും നോക്കാം. താഴേക്ക് ആരോ മാർക്ക് ഇട്ട് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ്, ടോട്ടൽ DNA ഫ്രം എ സെൽ ഇസ് ഐസൊലേറ്റഡ്. അടുത്ത സ്റ്റെപ്പിൽ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഫ്രാഗ്മെന്റ്സ്, അതായത് DNA ഫ്രാഗ്മെന്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അടുത്ത സ്റ്റെപ്പ്, ക്ലോൺഡ് ഇൻ സ്യൂട്ടബിൾ ഹോസ്റ്റ് യൂസിങ് BAC ആൻഡ് YAC. അതിനെ ക്ലോൺ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു BACയും YACയും ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ എക്സ്പാൻഷൻ ചോദിക്കാറുണ്ട്. BAC എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം ആണ്. YAC എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം ആണ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഫ്രാഗ്മെന്റ്സ് ആർ സീക്വൻസ് യൂസിങ് ഓട്ടോമേറ്റഡ് DNA sequencers. Then sequences are arranged on the basis of overlapping regions. അതായത് ഓവർലാപ്പിംഗ് റീജിയൻസിന്റെ ബേസിൽ സീക്വൻസുകളെ പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തു. അടുത്ത സ്റ്റെപ്പ്, അലൈൻമെന്റ് ഓഫ് സീക്വൻസസ് യൂസിങ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് യൂസ് ചെയ്തിട്ട് ഈ സീക്വൻസുകളെ അലൈൻ ചെയ്തു. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ്, സീക്വൻസസ് അനോട്ടഡ് ആൻഡ് അസൈൻ ടു ഈച്ച് ക്രോമസോംസ്. അപ്പോൾ ഇതിനിടയിൽ താഴേക്ക് ആരോ മാർക്ക് ഉണ്ട്. ഇത് ഓരോ സ്റ്റെപ്സ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹ്യൂമൻ ജീനോം പ്രൊജക്ടിന്റെ പ്രൊസീജിയർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതേണ്ടത്. ഇത് ഫ്ലോ ചാർട്ട് ആയിട്ടും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹ്യൂമൻ ജീനോം പ്രൊജക്ടിൽ പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ജീനോം പ്രൊജക്ട്. പോയിന്റ്സ് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് കണ്ടെയ്ൻ 3164.7 million nucleotide bases. അടുത്ത പോയിന്റ്, ടോട്ടൽ നമ്പർ ഓഫ് ജീൻസ് ആർ 30,000. ലാർജസ്റ്റ് ഹ്യൂമൻ ജീൻ ഡിസ്ട്രോഫിൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്ട്രോഫിൻ ആണ് ലാർജസ്റ്റ് ഹ്യൂമൻ ജീൻ. ഇറ്റ് കണ്ടെയ്ൻസ് 2.4 million bases. Then 99% of nucleotide bases are exactly same in all people.
Then functions of 50% of the discovered genes are unknown. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് സാലിയൻ ഫീച്ചേഴ്സ് ഹ്യൂമൻ ജീനോം പ്രൊജക്ടിന്റെ സാലിയൻ ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതേണ്ടത്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക് ആണ് DNA ഫിംഗർ പ്രിന്റിംഗ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് DNA ഫിംഗർ പ്രിന്റിംഗ്. ഇവിടെ ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് DNA ഫിംഗർ പ്രിന്റിംഗ് ടെക്നിക്ക് ആദ്യമായിട്ട് നടത്തിയത് ആരാന്ന് ചോദിക്കാറുണ്ട്. അലക് ജെഫ്രി ആണ്. ഇൻ ദ ഇയർ 1985. ഇമ്പോർട്ടന്റ് ആണ്, ഈ ഒരു സയന്റിസ്റ്റിന്റെ പേര് ഓർത്ത് വെക്കുക, അലക് ജെഫ്രി. ദെൻ എന്താണ് DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് നോക്കാം. It is the process of identifying the variation in individuals at DNA level. It is the process of identifying the variation in individuals at DNA level. Then next is use. DNA fingerprintന്റെ യൂസ് ചോദിക്കാറുണ്ട്. നോക്കാം. ഫോറൻസിക് ആയിട്ടുള്ള യൂസ് ആണ് ഇതിനുള്ളത്. ഇറ്റ് ഈസ് യൂസ്ഡ് as a forensic tool to solve paternity, rape, murder, etc. Then next is basis of DNA fingerprinting. ഇവിടെ ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് റിപ്പീറ്റേറ്റീവ് DNA, അതുപോലെ തന്നെ എന്താണ് സാറ്റലൈറ്റ് DNA. ഫസ്റ്റ് വൺ, റിപ്പീറ്റേറ്റീവ് DNA. DNA carries some non-coding repeated sequence. അതായത് നോൺ കോഡിംഗ് റിപ്പീറ്റഡ് സീക്വൻസ് ഉള്ള DNA ആണ് നമ്മൾ റിപ്പീറ്റേറ്റീവ് DNA എന്ന് പറയുന്നത്. ദെൻ സാറ്റലൈറ്റ് DNA. സാറ്റലൈറ്റ് DNA എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. എന്താണെന്ന് നോക്കാം. ദേ ആർ ഹൈലി റിപ്പീറ്റഡ് ഷോർട്ട് സീക്വൻസസ് ഇൻ ദി റിപ്പീറ്റേറ്റീവ് DNA. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ഇവിടെ ഈ ഒരു ബേസിസ് ഓഫ് DNA ഫിംഗർ പ്രിന്റിംഗിൽ ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ സാറ്റലൈറ്റ് DNA എന്താണെന്ന് നമ്മൾ പറഞ്ഞു. സാറ്റലൈറ്റ് DNAയുടെ രണ്ട് ടൈപ്സ് ആണ്, മൈക്രോ സാറ്റലൈറ്റ് DNAയും മിനി സാറ്റലൈറ്റ് DNAയും. ഇവിടെ ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന് രണ്ടിനും മൈക്രോ സാറ്റലൈറ്റ് DNA അല്ലെങ്കിൽ മിനി സാറ്റലൈറ്റ് DNAക്ക് എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് വൺ ഈസ് മൈക്രോ സാറ്റലൈറ്റ് DNA. മൈക്രോ സാറ്റലൈറ്റ് DNAക്ക് എക്സാമ്പിൾ ആണ് SSR ഓർ സിമ്പിൾ സീക്വൻസ് റിപ്പീറ്റ്. അതിന്റെ ബേസ് പെയർ എത്രയാണെന്ന് നോക്കാം. 5 to 8 ബേസ് പെയർ ലോങ് ആണ് ഈ ഒരു SSRന് ഉള്ളത്. നെക്സ്റ്റ് ഇസ് മിനി സാറ്റലൈറ്റ് DNA. മിനി സാറ്റലൈറ്റ് DNAക്ക് എക്സാമ്പിൾ ആണ് VNTR. ഇമ്പോർട്ടന്റ് ആണ്. VNTRന്റെ എക്സ്പാൻഷൻ ചോദിക്കാറുണ്ട്. വാരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ്. ഇറ്റ് ഇസ് 11 to 60 ബേസ് പെയർ ലോങ്. അടുത്തതായി പറയുന്നത് DNA ഫിംഗർ പ്രിന്റിംഗിലെ സ്റ്റെപ്സ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. DNA ഫിംഗർ പ്രിന്റിംഗിന്റെ സ്റ്റെപ്സ് ഇതിന്റെ ഒരു ഫ്ലോ ചാർട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഐസൊലേഷൻ ഓഫ് DNA. സെക്കൻഡ് സ്റ്റെപ്പ് ഡൈജഷൻ ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ്. ഇത് ഓർത്തു വെക്കുക. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ് എന്ന് പറയുന്ന എൻസൈം യൂസ് ചെയ്തുകൊണ്ടാണ് DNA ഡൈജസ്റ്റ് ചെയ്യിക്കുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് ബൈ ഇലക്ട്രോഫോറസിസ്. ഇലക്ട്രോഫോറസിസ് വഴി DNA ഫ്രാഗ്മെന്റ്സ് സെപ്പറേറ്റ് ചെയ്യുന്നു. ട്രാൻസ്ഫറിംഗ് ഓഫ് സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെന്റ്സ് ടു സിന്തറ്റിക് മെംബ്രെയിൻസ്. അതായത് നൈട്രോസെല്ലുലോസ് അല്ലെങ്കിൽ നൈലോൺ എന്ന് പറയുന്ന മെംബ്രെയിൻസ്, സിന്തറ്റിക് മെംബ്രെയിൻസിലേക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള DNA ഫ്രാഗ്മെന്റ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ ഹൈബ്രിഡൈസേഷൻ യൂസിങ് ലാബൽഡ് VNTR. VNTR എന്ന് പറഞ്ഞാൽ വാരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ് എന്നാണ്. അത് ഓർത്ത് വയ്ക്കുക, എക്സ്പാൻഷൻ ചോദിക്കാറുണ്ട്. ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡിറ്റക്ഷൻ ഓഫ് ഹൈബ്രിഡൈസ്ഡ് DNA ഫ്രാഗ്മെന്റ്സ് ബൈ ഓട്ടോ റേഡിയോഗ്രഫി. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ആണ് നമ്മുടെ DNA ഫിംഗർ പ്രിന്റിങ്ങിന് ഉള്ളത്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.